വാശിയേറിയ പ്രചാരണത്തിന് പിന്നാലെ തമിഴ്നാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് ടിവികെ അധ്യക്ഷൻ വിജയ് കൂടി മത്സരരംഗത്തെത്തിയതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഇക്കുറി തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്നത്. നിശബ്ദ പ്രചാരണ ദിനത്തിൽ വോട്ടിന് നോട്ട് വിവാദമാണ് പ്രധാന ചർച്ചയായത്. ചെന്നൈ മൈലാപ്പൂരിലെ DMK സ്ഥാനാർത്ഥിയുടെ സഹായിയുടെ വീട്ടിൽ നിന്ന് 2 കോടി രൂപ പിടികൂടി. വോട്ടിന് പണം കിട്ടിയില്ല എന്നാരോപിച്ച് പാളയംകോട്ട DMK സ്ഥാനാർത്ഥിയുടെ വീട്ടിലേക്ക് സ്ത്രീകൾ മാർച്ച് നടത്തി. ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഇക്കുറി തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്നത്. ഭരണ തുടർച്ചയെന്ന വലിയ നേട്ടത്തിലേക്ക് എത്താനുള്ള തീവ്ര ശ്രമമാണ് DMK സഖ്യം നടത്തുന്നത്. ഭരണം തിരിച്ചുപിടിക്കാൻ അണ്ണാ DMK നേതൃത്വം നൽകുന്ന NDA സഖ്യം സജീവമായി രംഗത്തുണ്ട്. വിജയുടെ തമിഴക വെട്രിക്കഴകം പിടിക്കുന്ന വോട്ടുകളാണ് ഇത്തവണ നിർണായകമാവുക. വിജയുടെ റോഡ് ഷോകളിലെ ജനപങ്കാളിത്തം വോട്ടായി മാറിയാൽ തമിഴ്നാട്ടിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ചെന്നൈ കൊളത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത്. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ചെപ്പോക്ക് മണ്ഡലത്തിൽ മത്സരിക്കുന്നു. പ്രതിപക്ഷ നേതാവും അണ്ണാ DMK ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി K പളനിസ്വാമി എടപ്പാടിയിൽ നിന്ന് വീണ്ടും ജനവിധി തേടുന്നു. 2 മണ്ഡലങ്ങളിലാണ് TVK അധ്യക്ഷൻ വിജയ് മത്സരിക്കുന്നത്. ചെന്നൈയിലെ പെരമ്പൂരും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും. BJP നേതാവും മുൻ ഗവർണറുമായ തമിഴിസൈ സൗന്ദരരാജൻ ചെന്നൈ മൈലാപ്പൂരിൽ മത്സരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി O പനീർസെൽവം DMK ടിക്കറ്റിൽ ബോഡി നായ്ക്കന്നൂരിൽ നിന്നും ജനവിധി തേടുന്നു. നിശബ്ദ പ്രചാരണ ദിനത്തിൽ വോട്ടിന് നോട്ട് ആരോപണം സജീവമാണ്. മൈലാപ്പൂരിലെ DMK സ്ഥാനാർത്ഥി D വേലുവിന്റെ സഹായി സത്യമൂർത്തിയുടെ വീട്ടിൽ നിന്നും ഫ്ലൈയിങ് സ്ക്വാഡ് പിടിച്ചെടുത്തത് 2 കോടി രൂപയാണ്. കഴിഞ്ഞ ദിവസം പെരമ്പലൂരിലെ DMK നേതാവിന്റെ കാറിൽ നിന്നും 2,44 ലക്ഷം രൂപയും പിടികൂടിയിരുന്നു. വോട്ടിന് പണം നൽകിയില്ലെന്നാരോപിച്ച് പാളയംകോട്ടയിലെ DMK സ്ഥാനാർത്ഥി അബ്ദുൽ വഹാബിന്റെ വീട്ടിലേക്ക് സ്ത്രീകൾ മാർച്ച് നടത്തി. 234 മണ്ഡലങ്ങളിലായി 4834 സ്ഥാനാർത്ഥികളാണ് തമിഴ്നാട്ടിൽ മത്സര രംഗത്തുള്ളത്. 38 ജില്ലകളിലായി 5.73 കോടി വോട്ടേഴ്സ്. 75,032 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. പോളിംഗ് ദിനത്തിലെ സുരക്ഷയ്ക്കായി 300 കമ്പനി സെൻട്രൽ ഫോഴ്സിനെ വിന്യസിച്ചു. 83,875 പോലീസുകാരാണ് സേവനത്തിലുണ്ടാവുക. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.